ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളെ നിക്കാഹും കല്യാണ രാവൊക്കെ കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് അന്ന് രാത്രി പെണ്ണ് നമ്മളെ ചെക്കൻ്റെ വീട്ടിലെത്തി. അന്ന് രാത്രി നമ്മൾ ചെക്കൻ്റെ വീട്ടിലുള്ള കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് അടുത്തതായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനിരയായിട്ടുള്ള കപ്പിൾസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഞാനും ഇക്കുവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് കുറച്ച് ഓൺ വോയിസ് കേൾക്കാം കേട്ടോ. ഇതിലാരാണ് ആരാണ് കൂടുതൽ ഇമോഷണൽ? ആരോട് ചോദിക്കുന്നത്? രസകരമായ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ടോ. ഭാര്യ ഭർത്താവ് സെക്ഷനിലെ കപ്പിൾസിനെ കഴിഞ്ഞു. അടുത്ത നമ്മളെ ചെക്കനും പെണ്ണും എല്ലാവരും കൂടിയിട്ടുള്ള നമ്മളുടെ കസേരക്കളിയാണ് കേട്ടോ. അപ്പോൾ കസേരക്കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കസേരക്കളിയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഔട്ടായി പോകുന്നുണ്ട്. ലാസ്റ്റ് വരെ ഞാൻ കുറച്ചേരം പിടിച്ചു നിന്നു കേട്ടോ. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാനും ഔട്ടായി പോയിട്ടു. സംഭവം നിക്കാഹും കല്യാണമൊക്കെ നല്ല രസമായിരുന്നു. ഇക്കും കൂടി എത്തിയപ്പോൾ നല്ല ഹാപ്പിയായി. ഇനിയുള്ള മൊമെൻറ്റ്സ് കുറച്ച് ഡേയ്സ് ഒരു രണ്ട് വീഡിയോസിൽ കൂടി ഇക്കുണ്ടാവും. കഴിഞ്ഞാൽ പിന്നെ ഇക്കും പോകാനായി തുടങ്ങി. പിന്നെ നമുക്ക് സങ്കടകരമായ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇതിൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടല്ലേ അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അതും എൻജോയ് ചെയ്യുന്നു. പിന്നെ കുറേ പേര് കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നുണ്ട് ഇത് ആരാന്ന് വയ്ക്കുമ്പോൾ ഇക്കുവിൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ, അതായത് ഇക്കുവിന് 2 ബ്രദേഴ്സ് ഉള്ളത്. മൂത്തക്കാക്ക രണ്ടാമത്തെ കാക്കാൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അതിൻ്റെ നിക്കാഹിൻ്റെയും കല്യാണത്തിൻ്റെയും വീഡിയോസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ കുറേ പേര് ചോദിച്ചു പൊന്നാനിയിലാണോ വീട് എന്ന്. അതെ, ഇക്കു മലപ്പുറം ജില്ലയിൽ പൊന്നാനിയല്ല, എടപ്പാളും പൊന്നാനി സെൻറ്ററിലായിട്ട് BM എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട്. അതിനിടെ നമ്മളെ ചിപ്പു ഔട്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ കസേരക്കളിയിൽ നിന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് കസേരക്കളി ഇങ്ങനെ ഔട്ടാവുണ്ട്. വാശിയിൽ കസേരക്കളി മത്സരങ്ങൾ നടക്കണം. ലാസ്റ്റ് വരെ ഞാനൊരാൾ പിടിച്ചു നിന്നു കേട്ടോ, പകുതി വരെ. പിന്നെ ഞാനും ഔട്ടായിപ്പോയി. അല്ല, നമ്മൾ ഐഷുക്കുട്ടിയുണ്ട് കേട്ടോ. അത് ചെറിയ താത്താൻ്റെ പെങ്ങളെ പേരക്കുട്ടിയാണ് കേട്ടോ. ഓള് ഞങ്ങളിവിടെ നല്ല രീതിയിൽ കളിക്കും. പക്ഷേ വാവാച്ചിക്കുട്ടി ഇങ്ങനത്തെ കളിക്ക് പോലും വരില്ല കേട്ടോ. ഓൾക്ക് അപ്പോഴും കല്യാണം പാർട്ടികൾ അതൊന്നും വല്ലാണ്ട് അങ്ങോട്ട് ഏസാത്ത ആളാണ് കേട്ടോ. അവൾക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിലിരിക്കുക, ട്രിപ്പ് പോവുക, അങ്ങനെ സംഭവങ്ങൾ ആൾ കൂടുന്ന പരിപാടികൾക്ക് പണ്ടേ വല്ലാണ്ട് ഇഷ്ടം കുറവാണ്. അങ്ങനെ കസാലക്കളി തകർത്തായി നടക്കുന്നുണ്ട്. പിന്നെ കല്യാണ രാവിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ നിക്കാഹിൻ്റെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് കല്യാണം തിരക്കും പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാരണം ബിസിനസ്സും നടക്കുന്നില്ല. അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഗാനിക് ഹെന്ന കോൺസിൻ്റെ നെയിൽ കോൺസിൻ്റെ ഒക്കെ ബിസിനസ്സും നടക്കുന്നുണ്ട്. ബ്രൈഡൽ ഹെന്ന സർവീസും ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2025 ജനുവരി തൊട്ടിട്ടുള്ള ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നെഫുഹന ഇൻസ്റ്റാഗ്രാം പേജ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ. അപ്പോൾ നിങ്ങളെ കസാലക്കണ്ടിയൊക്കെ കണ്ടോളിയും. എത്ര ലാസ്റ്റ് ആരെ വിൻ ചെയ്യാന്നുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ ടാറ്റ ബൈ. അസ്സലാമു അലൈക്കും.